എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ്, പ്രിയപ്പെട്ട അഞ്ജുമാം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിലൂടെ സ്വാഭാവികമായി സംഭവിക്കുന്ന സ്വഭാവ രൂപീകരണം എന്നതിനെക്കുറിച്ചുമാണ് പറയാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത്. 21 Lessons for the 21st Century എന്ന പുസ്തകം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. യുവാൽ നോവ ഹരാരിയുടെ നെക്സസിന് തൊട്ടു മുമ്പുള്ള ആ പുസ്തകത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം പരാമർശിക്കുന്നുണ്ട്. ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അഥവാ സെമിനാരിയാണ്. ഒരു സെമിനാരിയിൽ നടത്തപ്പെട്ട ഏറ്റവും മോശപ്പെട്ട ഒരു പരീക്ഷണം, പ്രത്യേകിച്ചും സോഷ്യൽ സയൻസിൽ തന്നെ, അതിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ നടത്തപ്പെട്ട ഏറ്റവും മോശപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റായിട്ടാണ് ഇതിനെ പരാമർശിക്കുന്നത്. ഇത് 1970s അമേരിക്കയിൽ പ്രിൻസ്റ്റൺ സെമിനാരിയിൽ നടന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. സെമിനാരിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അവരുടെ ആദ്യത്തെ ക്ലാസ്സിനിരിക്കുന്നു. അവരുടെ ക്ലാസ് മുറിയിലേക്ക് സെമിനാരിയുടെ ഡീൻ കടന്നു വരുന്നു. സെമിനാരി ഡീൻ അവരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ എത്രയും വേഗം 5 മിനിറ്റിനുള്ളിൽ സെമിനാരിയുടെ ലെക്ചർ ഹാളിലെത്തണം. അവിടെ എത്തിയിട്ട് നിങ്ങൾ ഓരോരുത്തരും 5 മിനിറ്റ് വീതം ഗുഡ് സമരിറ്റൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തണം. നല്ല ശമരിയക്കാരൻ. ഡീനിൻ്റെ ഓർഡർ കിട്ടിയതും കുട്ടികളെല്ലാവരും ലെക്ചർ ഹാളിലേക്ക് വളരെ വേഗം പോവുകയാണ്. അതിവിശാലമായൊരു ക്യാമ്പസാണ്. ക്ലാസ് മുറിയിൽ നിന്ന് ഒരു സുദീർഘമായ കോറിഡോറിലൂടെ ഓടിയെത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് ലെക്ചർ ഹാളിൽ എത്താനാവുള്ളൂ. വിത്തിൻ 5 മിനിറ്റ്സ് എന്ന ഒരു ഓർഡർ ഉള്ളതുകൊണ്ട് അവരെല്ലാവരും വളരെ തിടുക്കപ്പെട്ട് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. ഇവരിങ്ങനെ ഓടിപ്പോകുന്ന വഴിയിൽ ആ ഇടുങ്ങിയ ഇടനാഴിയിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അയാൾ ചുമയ്ക്കുന്നുണ്ട്, ഞെരങ്ങുന്നുണ്ട്. അയാളെ കണ്ടാലേ അറിയാം അയാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. സെമിനാരിയിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ്. സെമിനാരിയിലൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യരോട് കരുണ കാണിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സുണ്ടായി അങ്ങനെ ഒരു വിളി സ്വീകരിച്ചു പോകുന്ന കുട്ടികളാണ്. ഈ ഓടുന്ന വഴിയിൽ ഈ കുട്ടികളിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ ആ വയോധികനായ മനുഷ്യനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഡീനിൻ്റെ ഓർഡർ ഡെമോക്ലസിൻ്റെ വാള് പോലെ അവരുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഡിസിപ്ലിൻ തെറ്റിച്ചാൽ എന്താണ് കിട്ടുന്ന ഫയറിംഗ്, ഫൈൻ, ഇതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും കൃത്യസമയത്തിനുള്ളിൽ ലെക്ചർ ഹാളിലെത്തി. അവർ പ്രസംഗിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ഗുഡ് സമരിറ്റൻ. നല്ല ശമരിയക്കാരൻ്റെ കഥയാണ് അവർ പ്രസംഗിക്കേണ്ട ടോപ്പിക്. ഇതുകൊണ്ടാണ് ഇത് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പരീക്ഷണങ്ങളിൽ ഒന്നായി ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബാഹ്യമായ പല സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന പല മൂല്യബോധങ്ങളെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ പിന്തുടരുന്ന ആദർശങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഐഡിയോളജീസ്, ഫിലോസഫീസ്, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവും.
കാരണം അത്രയ്ക്ക് എക്സ്റ്റേണൽ പ്രഷറുണ്ട്, പിയർ പ്രഷറുണ്ട്. കാലത്തിൻ്റെ, ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നമുക്ക് നമ്മളായി തന്നെ നിലനിൽക്കാൻ പറ്റാത്ത വിധം നമ്മൾ ദുർബലരായി പോകുന്നൊരു സമയമുണ്ട്. ഇങ്ങനെ വല്ലാതെ വീക്കാവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നു. മറ്റു ചിലർ ആത്മഹത്യയിൽ അഭയം തേടുന്നു. ഇങ്ങനെ നമ്മൾ പൊതുവെ ഒരു തലമുറയെക്കുറിച്ച് തന്നെ അവരുടെ കരുത്ത് കുറവിനെക്കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ സങ്കടപ്പെടാറുണ്ട്. ചിലരെക്കുറിച്ചെങ്കിലും, എല്ലാവരെക്കുറിച്ചുമല്ല. ഇതൊരു പക്ഷേ നമ്മുടെ പെഡഗോഗിയിൽ വന്ന ഒരു മാറ്റത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് എന്ന് ആമുഖവാക്കിൽ ബഹുമാന്യനായ സ്പീക്കർ നമ്മളോട് പറഞ്ഞു വെക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുറച്ചു കാലം മുമ്പ് വായിച്ച ഒരു ലേഖനത്തിലെ ഒരു പരാമർശമാണ്. നമ്മൾ ആ എന്ന അക്ഷരമാണ് മലയാളത്തിൽ ആദ്യം എഴുതി പഠിക്കുന്നത്. ആ എന്ന അക്ഷരം എഴുതി പഠിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മില്ലനിയൽസിനോ അതിനു മുമ്പുള്ളവരോ എഴുതി പഠിച്ചതുപോലെ ആയിരിക്കില്ല ജെൻസിയോ ആൽഫ എഴുതി പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ആ എഴുതിയത് ആ എന്ന സമഗ്രമായ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെയാണ് ആ എഴുതിയത്. അതിന് നമ്മൾ ആശാൻ്റെ ഇന്ന് ആ അരിയിൽ എഴുതിയപ്പോൾ ഒരുപാട് നുള്ളു വാങ്ങിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പം ആ എഴുതാൻ കുറച്ചും കൂടി എളുപ്പത്തിലൊരു വഴിയുണ്ട്. നമ്മുടെ സ്കൂളിൽ അത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യമേ കുട്ടികൾക്ക് ഇത്രയും വലിയൊരു ഭാരം കൊടുക്കേണ്ടതില്ല. കാരണം കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കാനായിട്ടിപ്പോൾ പുതിയ പുതിയ രീതിശാസ്ത്രങ്ങളിൽ ഒരുപാട് സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് നമ്മളങ്ങനെ സൂക്ഷ്മതയോടുകൂടിയാണ് അതിനെ പരിപാലിക്കുന്നത് കുട്ടികളെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആ എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ അക്ഷരം എഴുതുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ ആദ്യം ഇവരെ എഴുതാൻ പഠിപ്പിക്കുന്നത് റായാണ്. അപ്പം അതിന് പാരലായിട്ട് മാത്തമാറ്റിക്സ് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, 1 2 3 4 പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഈ റാ എഴുതാൻ നമുക്ക് എളുപ്പമാണ്, ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി അല്ലേ. ഇപ്പുറത്ത് നമ്മൾ മാത്സ് പഠിക്കുന്നത് കൊണ്ട് 3യും പഠിച്ചിട്ടുണ്ട്. ഈ റായും 3യും ഉണ്ടെങ്കിൽ ആയ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ആദ്യം ഒരു റാ പഠിച്ചു. അപ്പോൾ റാ പഠിച്ച് കഴിയുമ്പോൾ പിറ്റേ ക്ലാസ്സിൽ നിങ്ങളോട് ടീച്ചർ പറയും ഒരു ഹാഫ് റാ വരയ്ക്കാൻ പറയും. ആദ്യം ആ പഠിക്കാൻ തുടങ്ങുകയാണ്, ഹാഫ് റാ വരച്ചു. അതിൻ്റെ കൂടെ ഒരു 3 കണക്ട് ചെയ്ത് വെക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ റാ വരയ്ക്കാൻ പറയും. പായുടെ പകുതിയായി. പിന്നെ ഒരു റായും കൂടെ വരച്ച് ഒരു സ്മോൾ 0 ഇട്ട് കഴിയുമ്പോൾ എന്തായി? ആയി. ഇങ്ങനെ പഠിപ്പിക്കുന്ന രീതിശാസ്ത്രത്തിന്, അതിൻ്റെ പെഡഗോഗിക്ക് വ്യത്യാസം വരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അപകടത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. ഒരക്ഷരത്തെ അതിൻ്റെ സമഗ്രതയിൽ, അതിൻ്റെ ഹോളിസ്റ്റിക്കായി അതിനെ സമീപിക്കാനുള്ള ശേഷിയുടെ ഒരു കുറവ് വരുന്നുണ്ട്. ഒരു വിഷയത്തെ, ഒരക്ഷരത്തെ, ഒരു വാക്കിനെ, ഒരു വിഷയത്തെ പൂർണ്ണമായി സമീപിക്കാൻ ഹോളിസ്റ്റിക്കായിട്ടുള്ള ഒരു അപ്രോച്ചിന് ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. കാരണം ഇത് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒരു വിഷയം വരുമ്പോൾ, ജീവിതത്തിൽ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഞാൻ നമ്മുടെ സാധാരണ പറയുന്നത് പോലെ നേരത്തെയൊക്കെ നമ്മളോടൊക്കെ നമ്മുടെയൊക്കെ തലമുറ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ ഇച്ചിരി താമസിച്ച് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ അപ്പനും അമ്മയും പറയും പള്ളി പോടാന്ന് പറയും. നമ്മളൊന്നും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല, നമ്മൾ അന്നേരം എഴുന്നേറ്റങ്ങ് പോകും. പക്ഷെ ഇപ്പം നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുകയാണ് പള്ളി പോടാ എന്ന് പറഞ്ഞാൽ അവൻ അതിനെ പാഴ്സ് ചെയ്യും. ആ സെൻറ്റൻസിനെ 1 പള്ളി, ഓക്കെ, 2 പോട അല്ലേ, 2 വാക്കാണ്. മൂന്നാമതൊന്നും കൂടെ അവൻ്റെ മനസ്സിലേക്ക് വരും. എന്തിനാ അപ്പൻ ഇത്രയും നാളും പള്ളിയിൽ പോയിട്ട് വലിയ മാറ്റമൊന്നും കാണുന്നില്ല, ദെൻ വൈ ഷുഡ് ഐ ഗോ ടു ചർച്ച്? അപ്പം ഇതിനൊരു ഗുണമുണ്ട് ഇങ്ങനെ പാഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നതിന്. പക്ഷേ മറ്റൊരു ഭാഗത്ത് പ്രധാനമായും പറയുന്നു, ഒരു വിഷയത്തെ സമഗ്രമായി സമീപിക്കാനുള്ള
ഒരു ശേഷിക്കുറവ്. അത് നമ്മുടെ ഈ ഓണസദ്യയുമായി ബന്ധപ്പെട്ടും ആളുകൾ പറയാറുണ്ട്. നമ്മൾ ഈ ഓണമൊക്കെ വരികയാണല്ലോ, ഓണം ഉണ്ണണം, ഓണം ഊട്ടണം എന്നൊക്കെ നമ്മൾ പറയും. മലയാളത്തിലൊരു നല്ല വാക്കുണ്ട്, ഊട്ടി ഉറപ്പിക്കുക. ഊട്ടി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഊണുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഓണസദ്യയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ അങ്ങേ കോണിൽ മധുരക്കറിയുണ്ട്, ഇങ്ങേ കോണിൽ അച്ചാറുണ്ട്, എരിവും പുളിയും എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും അതിലുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ രാവിലെ ചപ്പാത്തി മാത്രം കഴിക്കുന്ന, പുട്ട് മാത്രം കഴിക്കുന്ന, ബർഗർ മാത്രം കഴിക്കുന്ന അങ്ങനെയുള്ള ശാഠ്യങ്ങളിലേക്ക് വന്നാൽ ജീവിതത്തിൽ ഒരു കയ്പോ ഒരു അതിമധുരമോ ഇത്തിരി പുളിയോ ഒക്കെ വന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് അവർ പകച്ചു പോകും. ജീവിതത്തിൻ്റെ രുചികളെ സ്വീകരിക്കാനുള്ള ശേഷി ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ അനുഭവങ്ങളിലേക്ക് അവരെ എടുത്തിടുമ്പോൾ അവർ കുറെ കൂടി കരുത്തുള്ളവരായി തീരണമെങ്കിൽ അത് പകർന്നു കൊടുക്കുന്ന ആളുകളും, അതിൽ അധ്യാപകർ, മാതാപിതാക്കൾ, സമൂഹം എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അവരുടെയും തങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിൽ ചില മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. 5 മിനിറ്റും കൂടെ പറയുമ്പോൾ എൻ്റെ സമയം അവസാനിക്കും. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യയായിരുന്നു സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ഒരു കംപ്ലീറ്റ് വർക്ക്സ് ഉണ്ട്, അവരുടെ എഴുത്തുകളുടെ. ഒരു യൂറോപ്യൻ വനിതയായിരുന്നു, ഇന്ത്യയിൽ വന്ന് സന്യാസം സ്വീകരിച്ച മഹതിയാണ്. സിസ്റ്റർ വളരെ പ്രസിദ്ധയായിരിക്കുന്ന ഒരു സംഗതി വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണെന്ന് നമുക്കറിയാം. കൽക്കട്ടയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആരംഭിക്കുമ്പോൾ അവിടെ ഓൾറെഡി ആചാര്യ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശാന്തിനികേതനമൊക്കെ ഉണ്ട്, ഗുരുകുല വിദ്യാഭ്യാസം ഒരു വശത്തുണ്ട്. അപ്പോൾ ആദ്യമായി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആരംഭിക്കുമ്പോൾ സിസ്റ്റർ നിവേദിത അതിനെ നഖശിഖാന്തം എതിർക്കുന്നുണ്ട്. അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു സംഗതി, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും ഗുരുകുല വിദ്യാഭ്യാസവും തമ്മിൽ പ്രധാനമായും 2 വ്യത്യാസമുണ്ട്. ഒന്ന്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ കുട്ടികൾ കാണാപ്പാഠം പഠിക്കുകയാണ്. ഒരു ടെക്സ്റ്റ്, തിരുവഞ്ചൂർ സാർ പറഞ്ഞതുപോലെ ആ ടെക്സ്റ്റിൻ്റെ താഴെ കുറേ ചോദ്യങ്ങൾ, അതിൻ്റെ ആൻസറുകൾ, നോട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത് കാണാതെ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ശിഷ്യൻ ഗുരുവിൻ്റെ കൂടെ താമസിക്കുകയാണ്, റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പോൾ ഗുരു ക്ലാസ് മുറിയിൽ വരുന്ന സമയം മാത്രമല്ല ഗുരുവിനെ ശിഷ്യൻ കാണുന്നത്, ക്ലാസ് മുറിയിലെ അപ്പിയറൻസ് മാത്രമല്ല, ഗുരുവിൻ്റെ സ്വകാര്യ ജീവിത നിമിഷങ്ങൾ, ഗുരുവിൻ്റെ ഭക്ഷണ രീതി, ഗുരുവിൻ്റെ ഉറക്ക രീതി, ഇതെല്ലാം ഇവന് കാണുന്നുണ്ട്. ഗുരുവിനെ കണ്ടാണ് പഠിക്കുന്നത്. കണ്ടു പഠിക്കുന്നതും കാണാതെ പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ കണ്ടു പഠിക്കണം എന്നുള്ള ഉത്തരവാദിത്വം അധ്യാപകർക്കും ഗുരുക്കന്മാർക്കും വൈദികർക്കും സമൂഹത്തിലെ സ്വാധീന ശക്തികളായി നിലനിൽക്കുന്ന ഏത് സ്ഥാനത്ത് നിൽക്കുന്നവർക്കും ഇല്ലാതെ വന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ടുപഠിക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കാതെ വരുന്ന ഒരു കാലം. സുഭാഷ് ചന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇണയായോ തുണയായോ ഗുരുവായോ അന്തസ്സുള്ള ഒരു ആത്മാവിനെ പോലും കണ്ടുകിട്ടാത്ത കാലം. അഭയപ്പെടാൻ ഒരു ആദർശമോ പ്രത്യയശാസ്ത്രമോ മാതൃകാ ബിംബങ്ങളോ ഇല്ലാത്തൊരു കാലം. ഇവിടെ സ്വഭാവ രൂപീകരണം എന്നുള്ളത് ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ വീണ്ടും ഹരാരിയിലേക്ക് തന്നെ ഒന്ന് മടങ്ങുകയാണ്, നെക്സസിലേക്ക്, ഏറ്റവും പുതിയ ടെക്സ്റ്റിലേക്ക്.
അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ. ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന, അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന ഗാഡ്ജറ്റുകൾ മുതൽ വെപ്പൺസ് വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതുപയോഗിക്കുന്ന മനുഷ്യരുടെ ബോധത്തിന് ഒരു എലവേഷൻ സംഭവിക്കുന്നുണ്ടോ? ഒരു അപ്ഡേഷൻ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഹോമോസാപ്പിയൻസ് എന്നാണ്. കഴിഞ്ഞ ഒരു 70,000 വർഷങ്ങളായി ഈ ഭൂമിയിലുള്ള സ്പീഷീസാണ്. ഹോമോസാപ്പിയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. വൈസ് ഹ്യൂമൻസ് എന്നാണ്. നമ്മുടെ ഏതോ ഒരു സിനിമയിൽ ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്നത് പോലെയുള്ളൂ ഇപ്പോൾ അത്. ബുദ്ധിയുള്ള മനുഷ്യൻ. ഓരോ ദിവസവും നവീകരിക്കപ്പെടുന്ന ഗാഡ്ജറ്റുകൾ മുതൽ അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ആയുധങ്ങൾ വരെ ഉപയോഗിക്കുന്ന മനുഷ്യൻ സ്വയം നശീകരണാർത്ഥം ഇവ ഉപയോഗിക്കുന്നുവെങ്കിൽ അവനെ എങ്ങനെയാണ് വൈസ് ഹ്യൂമൻ ബീയിങ് എന്ന് വിളിക്കാൻ പറ്റുക? ഇതാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് വിദ്യ അഭ്യസിച്ചാലും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ബോധവികാസമാണ്, ബോധത്തിൻ്റെ ആരോഹണമാണ്, എലവേഷൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഈ ബോധാരോഹണത്തെക്കുറിച്ച് ഒരു വാക്കും കൂടെ പറയാനുണ്ട്. അത് ജോസഫ് പറഞ്ഞിട്ട്, ടീച്ചർ പറഞ്ഞിട്ട് പറയാം. നന്ദി. Thank you, Your Grace, for those insightful thoughts and for reminding us that education truly becomes meaningful when knowledge is accompanied by character. We now move from character resilience, from understanding who we are, to learning how we can rise when challenges life gives us. And that brings us to our second session. Our next keynote speaker is Mr. Joseph Annamkutti Jose, an acclaimed author, motivational speaker and media personality. Rising to popularity as a radio jockey with Radio Mirchi, he became widely known for his engaging storytelling, social commentary, and thought-provoking conversations. His books, including Buried Thoughts and Devathinte Charanmar, have reached a wide readership, while his work in media has made him a particularly influential voice among young audiences. He was also selected as one of the India's 75 cultural brand ambassadors and participated in the International Visitor Leadership Program of the US Department of State. But beyond these accomplishments, what makes Mr. Joseph particularly engaging is his distinctive ability to combine humor, honesty, and inspirational storytelling in a way that makes audiences pause, reflect, and look at things differently. And today, he brings that voice to a subject that is extremely relevant to the young generation, overcoming setbacks in present age of FOMO. Ladies and gentlemen, please give him a warm welcome. പുസ്തകമൊക്കെ ആയിട്ട് വരുമ്പോൾ പെട്ടെന്നൊരു ലേഖനം വായിക്കാൻ പോകുന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്ന് സംസാരിക്കുന്നത്. അതിനൊരേ ഒരു കാരണക്കാരൻ തിരുമേനിയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. വെറുതെ സ്വയം ചെറുതായി വലുതാവാൻ ശ്രമിക്കുന്നതല്ല. ഞാൻ ബുക്ക് സമ്മാനിച്ചപ്പോൾ പോലും വായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ ബുക്ക് കൊടുത്തത്. പക്ഷേ തിരുമേനി ഇത് ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഫോമോ ആണ്. ഈ ഫോമോ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ആർക്കെങ്കിലും അറിയോ? മോമോസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിത് തമ്മിൽ ഒരു ബന്ധമില്ല. ഫോമോ എന്ന വാക്കിൻ്റെ അർത്ഥം ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഞാൻ ചെറുതാണോ, ഇവർക്കൊക്കെ ഉള്ളത് എനിക്കില്ലല്ലോ, ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിനൊക്കെ വേണമെങ്കിൽ ഫോമോ എന്ന് വിളിക്കാം. ഈ വാക്ക് ആദ്യമായിട്ട് വന്നത്
ഹാർവേഡ് ബിസിനസ് സ്കൂൾ ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ബിസിനസ് സ്കൂളാണ്. 2004 ഒരു ആർട്ടിക്കിൾ വന്നു. അവരുടെ ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്, അതിൻ്റെ പേര് ദി ഹാർബസ് എന്നാണ്. ഹാർവേഡ് ബിസിനസ് സ്കൂളിൻ്റെ ചുരുക്കപ്പേര് ഹാർബസ്. ഈ ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ സ്ഥിരം സംഭവിക്കുന്നൊരു കാര്യം, എല്ലാ വീക്കെൻഡിലും മിനിമം ഒരു 70 പാർട്ടി ഇൻവിറ്റേഷൻസ് ഉണ്ടാവും. ബ്രേക്കപ്പ് പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യും, ലവ് സെറ്റായതിൻ്റെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യും, പാരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ 24,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ആഴ്ചയും അറൗണ്ട് 70 ഇൻവിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ വീക്കെൻഡ് ഫ്രണ്ട്സ് പരസ്പരം ചോദിക്കും, എന്താ പരിപാടി വീക്കെൻഡിൽ? എനിക്ക് മറ്റേ ബ്രേക്കപ്പ് പാർട്ടി ഉണ്ട്. വേറൊരുത്തരോട് ചോദിക്കും, എന്താ പരിപാടി? എനിക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ പാരൻസിൻ്റെ ആനിവേഴ്സറി ഉണ്ട്. ചിലരുണ്ട് ഈ 70 ഇൻവിറ്റേഷൻസും കിട്ടാത്തൊരാൾ. അവർ നോക്കുമ്പോൾ ഒരു വീക്കെൻഡിൽ തങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഏതൊക്കെയോ പാർട്ടികളിൽ ഇൻവൈറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ മാത്രം ആരും വിളിക്കുന്നില്ല. അങ്ങനെ ഒരു ക്രൗഡ് ആ ബിസിനസ് സ്കൂളിൽ ഉണ്ടായിരുന്നു. അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് എഴുതിയ ആർട്ടിക്കിളിലാണ് ആദ്യമായിട്ട് ഈ പേര് വരുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എല്ലാവരും ഉണ്ട്, ഞാനില്ല. എനിക്ക് തോന്നി ചെറിയ മക്കളോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് തോന്നി തുടങ്ങുന്ന പ്രായമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ്. ഈ ഫോമോ എന്ന വാക്കിനൊപ്പം തന്നെ ആ ആർട്ടിക്കിളിൽ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, ഫോബോ. ഫോബോ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയുന്ന ആൾക്ക് 1000 രൂപ ഗൂഗിൾ പേ. ഗൂഗിൾ ചെയ്യരുത്, കൈ പൊക്കാൻ പറയാം. കൈ പൊക്കാൻ പറയാം. 20 മിനിറ്റ് പോകുന്നു, 10 സെക്കൻഡ് കൂടി ഉണ്ട്. 1 2 3. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിട്ട് നമുക്ക് ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ലാസ്റ്റ് ചാൻസ്. ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? യെസ്. ഫിയർ ഓഫ് ബെറ്റർ ഒബ്ജക്റ്റീവ്സ്. 500 രൂപ. ഫിയർ ഓഫ് ബെറ്റർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം, ബെറ്റർ ഓപ്ഷൻസ് എന്ന് പറയാം. അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിവിൻ പോളിക്ക് 2 സിനിമകളിൽ നിന്ന് ഓഫർ വരാണ്. ഒരു ഓഫർ തണ്ണീർമത്തൻ ദിനങ്ങളും പ്രേമലും ഒക്കെ ഡയറക്റ്റ് ചെയ്ത് സൂപ്പർ ഹിറ്റാക്കിയ ഗിരീഷ് ഷെഡിയുടെ ബെത്ലഹേം യൂണിറ്റ് എന്ന പടത്തിലേക്ക് അഭിനയിക്കാൻ ഒരു റോളിൽ വിളിക്കുന്നു. ഇവിടെ മെയിൻ റോള്, ലീഡ് റോള് മമിത ബൈജുവിൻ്റെ ഒപ്പമാണ്. സൂപ്പർ ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഗിരീഷ് ഷെഡി. അയാളുടെ പടത്തിൽ നായകനായിട്ടൊരു ക്ഷണം ഇവിടെ. തൊട്ടപ്പുറത്ത് രാജമൗലി, ബാഹുബലി ചെയ്തിട്ടുള്ള, RRR ചെയ്തിട്ടുള്ള, വാരണാസി ചെയ്തിട്ടുള്ള രാജമൗലിയുടെ പടത്തിൽ ഒരു ഗസ്റ്റ് റോളിൽ വിളിക്കുന്നു. ഇതിലേതാണ് ബെറ്റർ? നിവിൻ പോളി ഏത് തിരഞ്ഞെടുക്കണം? രാജമൗലിയുടെ സിനിമയിൽ 5 മിനിറ്റ് വന്നിട്ട് പോകും. പക്ഷെ രാജമൗലിയുടെ പടം ലോകം മുഴുവൻ ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷെ ഇപ്പുറത്ത് ഗിരീഷ് ഷെഡിയുടെ സൂപ്പർ ഹിറ്റ് പടം ചെയ്തതെല്ലാം ഹിറ്റാക്കിയുള്ള ഗിരീഷ് ഷെഡിയുടെ ബെത്ലഹേം യൂണിറ്റ് വരുന്നു. അപ്പോൾ അയാൾ അനുഭവിക്കുന്ന ക്രൈസിസ് ഉണ്ടാവും. ഏതെടുക്കണം? ഏതാണ് നല്ലത്? മക്കളെ, നിങ്ങൾ ഈ കാര്യം ഇനി അങ്ങോട്ട് വളരും തോറും നേരിടും. ഒന്ന്, കൂട്ടുകാരൊക്കെ അവർ കൂട്ടുകൂടി വർത്താനം പറയുമ്പോൾ എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ കോഴ്സ് എടുക്കണോ ആ കോഴ്സ് എടുക്കണോ, ഏതാണ് ബെറ്റർ? ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ചിലത് നഷ്ടപ്പെടും. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഈസ് ഗ്യാരണ്ടീഡ്. നോ മാറ്റർ വാട്ട് യു ഡു, യു വിൽ ലൂസ് സംതിങ്. നിങ്ങൾ വേൾഡ് കപ്പ് ഫുട്ബോൾ കണ്ടായിരുന്നോ? ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാന്ന് വെറുതെ ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഒച്ചയെടുക്കുകയോ കൈയടിക്കുകയോ ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ പേര് കേൾക്കുമ്പോൾ. നെയ്മർ, ശ്മശാന മൂകത. കിലിയൻ എംബാപ്പെ. ഒരാൾ കൈയടിക്കാൻ ശ്രമിച്ചു, പിന്നെ വേണ്ടെന്ന് വെച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിയോണൽ മെസ്സി. നമുക്കറിയാം ഫുട്ബോൾ ലോകത്തിൽ ആജന്മ ശത്രുക്കളാണ് റൊണാൾഡോന്റെയും മെസ്സിയുടെയും ഫാൻസ്, അല്ലേ? ഇവർ രണ്ടുപേരും വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ദ മോസ്റ്റ് ഫോളോഡ് മാൻ ഓൺ എർത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. സെക്കൻഡ് നിൽക്കുന്നത് ലിയോണൽ മെസ്സിയാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഇന്നലെ ലയണൽ മെസ്സി ഇട്ടൊരു പോസ്റ്റിന് താഴെ ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കമന്റ് ഇട്ടു. ചരിത്രത്തിൽ ആദ്യമായി റൊണാൾഡോ ഇട്ട ആ കമന്റിന് ഇപ്പോൾ ഓൾറെഡി 2 മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്.
ആ പോസ്റ്റ് ഇതായിരുന്നു: മെസ്സിയുടെ ഫാദർ മരിച്ചു. വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് അൾജീരിയയുമായിട്ടുള്ള ആദ്യത്തെ മാച്ചിൽ മെസ്സി ഗോൾ അടിച്ചതിന് ശേഷം അയാൾ കരയാണ്. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കടുത്ത മെസ്സി ആരാധകർ വിചാരിച്ചു ഒരു വേൾഡ് കപ്പിലും കൂടി അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചതുകൊണ്ട് ആ മനുഷ്യൻ വികാരാധീനനായിരുന്നു. നോ, മെസ്സിയുടെ എല്ലാ ടൂർണമെന്റിലും, അയാൾ പങ്കെടുക്കുന്ന എല്ലാ ടൂർണമെന്റിലും ഗാലറിയിൽ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, അയാളുടെ പിതാവ്. സീരിയസ് ആയിട്ടുള്ള അസുഖം കാരണം അദ്ദേഹം ആശുപത്രിയിലാണ്, മരണത്തോട് മല്ലിടുകയാണ്. ആ ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യത്തിന് വേണ്ടി ഗോൾ അടിച്ചു എന്നുള്ള സന്തോഷത്തിലല്ല അയാൾ പറഞ്ഞത്, ഇത് കാണാൻ ഗാലറിയിൽ അപ്പനില്ല. ടൂർണമെന്റ് മുമ്പോട്ട് പോകുന്തോറും മെസ്സി പറയുന്നുണ്ടായിരുന്നു അപ്പനോട്, നമ്മൾ ഫൈനലിലെത്തും അപ്പ, നമ്മൾ ഫൈനലിലെത്തും, അപ്പോഴേക്കും അപ്പൻ സുഖം പ്രാപിക്കും, ഞാൻ ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പം വരും. കാരണം ഞാൻ കളിച്ച എല്ലാ ഫൈനലിലും അപ്പനുണ്ടായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴേക്കും അയാൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. മെസ്സി വേൾഡ് കപ്പ് തോറ്റ 2014 മെസ്സി വേൾഡ് കപ്പ് തോറ്റിട്ടുണ്ട്. പക്ഷെ അയാൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞിട്ടില്ല. പക്ഷെ ലാസ്റ്റ് വേൾഡ് കപ്പ് ഈ കഴിഞ്ഞ സ്പെയിനോട് തോറ്റപ്പോൾ അയാൾ വാവിട്ട് കരയാൻ കാരണം അപ്പനെ ഓർത്തിട്ടാണ്. കാരണം വൈകാതെ അയാൾ മരിച്ചു. ഇന്നലെ മെസ്സി വികാരാധീന ഒരു പോസ്റ്റ് ഇട്ടു. ഒരു മെസ്സി ആരാധനായി എന്നെ വേദനിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ്: അപ്പാ, ഇനി എൻ്റെ കാലുകൾക്ക് എത്ര കാലം ഫുട്ബോൾ തട്ടാൻ പറ്റുമെന്ന് അറിയുന്നില്ല, കാരണം എൻ്റെ എനർജി നിങ്ങളായിരുന്നു. ലോകം കീഴടക്കിയ മെസ്സിയെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ അയാളെ ആഹ്ലാദത്തോടെ സ്നേഹത്തോടെ നോക്കുമ്പോൾ അയാൾക്കിനി അപ്പനില്ല. നമ്മൾക്കുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ അയാൾക്കില്ലാത്തത്. എന്ത് നേടുമ്പോഴും എന്തൊക്കെയോ നഷ്ടമാവുന്നുണ്ട്. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, നന്ദന സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റ് നടനൊക്കെയായി. ഒരു ദിവസം പൃഥ്വിരാജ് പറഞ്ഞു, എനിക്ക് ദുൽഖറിനോട് അസൂയുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു കൂടുതൽ പടം ദുൽഖറിന് കിട്ടുന്നോണ്ടാണെന്ന്. പൃഥ്വിരാജ് പറഞ്ഞത്, ദുൽഖറിന്റെ ആ ഒരു സന്തോഷം, സക്സസ് കാണാൻ ദുൽഖറിന്റെ വാപ്പച്ചി കൂടെയുണ്ട്, എന്റെ സക്സസ് കാണാൻ എൻ്റെ അപ്പനില്ല. യേ ജവാനി ഹെ ദിവാനി എന്നൊരു സിനിമയുണ്ട്, രൺബീർ കപൂറിന്റെയും ദീപിക പദുക്കോണിന്റെയും. അതിനകത്തായിരുന്ന നായിക ഒരു ഡയലോഗ് പറയുന്നുണ്ട് രൺബീറിനോട്. അതിങ്ങനെയാണ്: ജിത്തനാ ഭി ട്രൈ കറോ ലൈഫ് മേ കുച്ച് നാ കുച്ച് ചൂട്ടേഗാ ഹെ, തോ ജഹാ ഹെ വഹി കാ മസ ലേതേ ഹെ. എന്ന് വെച്ചാൽ, മോനെ, നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് എവിടെയായിരിക്കുന്നു അത് മാക്സിമം ആസ്വദിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റീച്ചിൽ ചിലപ്പോൾ നാളെ ഐഫോൺ 70 Pro Max കിട്ടുന്നതിൻ്റെ ആണോ, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ റീച്ച് കിട്ടുന്നതാണോ? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾ വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, ഇമ്പോസ്റ്റർ സിൻഡ്രം. 2020 തൊട്ട് 2023 വരെ അയാൾ പേടിച്ചാ ജീവിച്ച, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അയാൾക്ക് ഉണ്ടായിരുന്നു. കാരണം നെറ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യങ് പ്ലെയേഴ്സ് ബോൾ ഇട്ട് കൊടുക്കാൻ വരും വിരാട് കോഹ്ലിക്ക്. പലരും അയാളുടെ വിക്കറ്റ് എടുക്കുന്നു. ഇപ്പൊ വിരാട് കോഹ്ലി ചിന്തിക്കണം, ഞാൻ ഇത്രയൊക്കെ ഉള്ളത് പിള്ളേർ കരുതുമോ, ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയ ലെഗസി ഇനി എന്നെ കൊണ്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. 3 വർഷം അയാൾക്കൊരു സെഞ്ചുറി പോലും ഉണ്ടായില്ല. അയാൾ ബാറ്റ് ഉപേക്ഷിച്ചു. 1 മാസത്തോളം അയാൾ ബാറ്റ് തൊട്ടില്ല. കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡും ബാറ്റിംഗ് കോച്ചും അയാളോട് പറയുകയാണ്, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, എടാ നീ രാജ്യത്തിന് വേണ്ടി ചെയ്ത് ഇത്ര കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, നീ തിരിച്ചു വരണം, പേടിക്കല്ലേ, നീ ലെജൻഡാണ്, നിന്റെ പേരിന് സൽപ്പേരിന് ചീത്ത ഒന്നും സംഭവിക്കില്ല, 3 വർഷം സെഞ്ചുറി അടിച്ചില്ലെന്ന് വെച്ചാൽ സാരമില്ല. ആലോചിച്ച് നോക്കൂ, വിരാട് കോഹ്ലി അയാൾ പോലും ഫോം ബോയിലൂടെ കടന്നുപോയി. അപ്പം ആദ്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നഷ്ടങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പച്ചൻ്റെ സൈഡിലുള്ള എല്ലാവരുടെയും ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്ന നേരത്ത് 2 ആൻറ്റിമാരുടെ മുഖത്ത് മാത്രം വലിയ സന്തോഷമില്ല. 2 ഭർത്താക്കന്മാർ മരിച്ചതാണ്. എന്തോ അവരുടെ മുഖത്ത് നഷ്ടമുണ്ട്. അപ്പനെക്കുറിച്ച് നിരന്തരം പരാതി പറയുന്ന എൻ്റെ അമ്മയുണ്ട് കൂടെ. പരസ്പരം അവർക്ക് പരാതികളാണ് എപ്പോഴും. അപ്പൻ എപ്പോഴും നാട് നന്നാക്കാൻ നടന്നു, വേണ്ടത്ര സമയത്തൊന്നും അമ്മയ്ക്ക് അപ്പനെ കിട്ടിയില്ല. അപ്പൻ കാറ്റഗിസ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു, വേദപാഠം പഠിപ്പിക്കാൻ പോയി, ഒരു ഞായറാഴ്ച കുർബാന പോലും അങ്ങേരെ എൻ്റെ ഒപ്പം കണ്ടിട്ടില്ല എന്ന് പരാതി പറയുന്ന അമ്മയോട് ഞാൻ പറയും, അമ്മേ അവരെ 2 പേരെ നോക്ക്, ആ മനുഷ്യൻ അടുത്തിരിക്കുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഹീസ് എലൈവ് ആൻഡ് അവൈലബിൾ. അതുപോലെ അപ്പൻ കാറ്റഗിസ് ഹെഡ് മാസ്റ്റർ ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ നടന്നുകൊണ്ട് കുറേ അച്ഛന്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടായി. നമ്മുടെ മൂത്ത ചേട്ടൻ ആദർശിന് ദീപിക പത്രത്തിൽ ജോലി കിട്ടാൻ കാരണമായത് അപ്പൻ്റെ ഒരു സ്വാധീനമല്ലേ. അമ്മയ്ക്ക് കുറേയൊക്കെ അപ്പനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുടുംബത്തിനൊരു ഉപകാരം ഉണ്ടായില്ല. അങ്ങനെ കണ്ടാൽ അതിനെ പുറത്ത് കടന്നുകൂടെ? എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾക്ക് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. എനിക്കത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന മെയിൻ വാചകം ഇതാണ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. പിന്നെ പറയുന്നൊരു കാര്യം,
എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു തന്നതാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ 1.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. എന്നോട് ആളുകൾ ചോദിക്കും, എന്ത് നിരന്തരം വീഡിയോസ് ഇടാത്തേ, റെലവൻ്റായി നിൽക്കണ്ടേ, എന്നോട് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാത്തേ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഗുരു എന്നോട് പറഞ്ഞതാണ്, പീസ്ഫുൾ പ്രോഗ്രസ് ഈസ് ബെറ്റർ ദാൻ സ്ട്രെസ്ഫുൾ സക്സസ്. പീസ്ഫുൾ പ്രോഗ്രസ് ഈസ് ബെറ്റർ ദാൻ സ്ട്രെസ്ഫുൾ സക്സസ്. നിങ്ങൾ ഇന്ന് തുടങ്ങി നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാർ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരാതി സങ്കടമായിട്ടൊന്നും ഒറ്റയ്ക്ക് ഇരിക്കണ്ട. നിങ്ങളുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ പഠിക്കണം. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. ആദ്യത്തെ സ്പീച്ച് പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ ഒരാളാണ് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ വിരിമാറി വിരിച്ചുന്ന ധീര ജവാന്മാരുടെ ചുടുനീളം വീണ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഇതായിരുന്നു വാചകം. ചേട്ടൻ എഴുതുന്ന ചീറിപ്പായുന്ന വെടിയുണ്ടയിട്ട് പിന്നെ ഒന്നും വന്നില്ല. ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ, ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ. ഈ ചീറിപ്പായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് കന്യാസ്ത്രീ വന്ന് പറഞ്ഞു, വെടിവെച്ചത് മതി, പോരെ. ആ എന്നെയാണ് നിങ്ങളോട് പേപ്പർ പ്രസന്റ് ചെയ്യാൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു ഏജിൽ മാർക്ക് കുറഞ്ഞതോ അവഗണിക്കപ്പെടുന്നതോ ഒന്നും വലിയ കാര്യമായിട്ട് തിരഞ്ഞെടുക്കണ്ട. ഇതിങ്ങനെ മുമ്പോട്ട് ലൈഫിലോട്ട് പോകും. ഇതിലും നല്ലത് അതായിരുന്നു, അതിലും നല്ലത് ഇതായിരുന്നു, ഈ സ്കൂൾ തന്നെയായിരുന്നു ഏറ്റവും നല്ലത്, എൻ്റെ കൂട്ടുകാർക്ക് അതിലും നല്ല സ്കൂളിൽ പഠിച്ചോ. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. എല്ലാം നേടിയവർക്കും സങ്കടങ്ങളുണ്ട്. 35 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു സിനിമാ നടൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി തെണ്ടി നടന്നിട്ട് ഒരു ചാൻസ് പോലും കിട്ടാത്ത ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. സിനിമയിൽ കയറി അഭിനയിച്ച് ഓസ്കാർ കിട്ടിയ ആൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ സിനിമയല്ല പ്രശ്നം. നമ്മുടെ ഈ ഇടം, വാശി പിടിക്കാത്തൊരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. 4ാം ക്ലാസ് തുടങ്ങി ടൂറിന് വിടണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ ബാംഗ്ലൂർ മൈസൂർ ഊട്ടി കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇന്നും എനിക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ വലിയ സങ്കടമൊന്നുമില്ല. വൈകാതെ ഒരു ബാംഗ്ലൂർ മൈസൂർ ഊട്ടി വരും. അതിൽ വിശ്വസിച്ച ആൾ, അങ്ങനെ നമ്മൾ കിട്ടിയതിൽ സന്തോഷിച്ചു പോകുമ്പോൾ നമുക്ക് വേറെ സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ടോക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് എന്തുണ്ടായാലും നല്ലൊരു അപ്പനുണ്ട്, നല്ലൊരു അമ്മയുണ്ട്, നല്ലൊരു മൊബൈലുണ്ട്, നല്ലപോലെ പാടാനറിയാം, കണക്കിൽ ഞാൻ മിടുക്കനാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടെത്തേണ്ടത്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ 20 വയസ്സത്തിനേക്കാളും മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടെത്തേണ്ടത് ഒരു മെൻറ്ററെയാണ്. മെൻറ്റർ. എനിക്ക് എൻ്റെ 16ാമത്തെ വയസ്സിൽ കിട്ടിയ ഒരു മനുഷ്യനാണ് വിൻസെൻ്റ് കുണ്ടുകുളം എന്ന് പറഞ്ഞ അച്ഛൻ. ഇന്നും സങ്കടം വരുമ്പോൾ ഞാൻ ഓടിപ്പോകുന്നത് ആ മനുഷ്യൻ്റെ അടുത്തേക്കാണ്. ഞാനിങ്ങനെ മനുഷ്യരെ തേടിപ്പോകുന്ന ഒരാളാണ്. ഞാൻ ഇന്ന് തിരുമേനിയോട് പറഞ്ഞൊരു കാര്യം, തിരുമേനി ഇന്ന് ഈ ടോക്ക് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് എന്നോട് സംസാരിക്കാവോ? ഐ വുഡ് ലൈക്ക് ടു ടോക്ക്, ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ്. ഞാൻ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടും ഞാൻ പറയുകയാണ്, എനിക്കൊന്ന് സംസാരിക്കണം. എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിലോ, നിങ്ങൾ അന്വേഷിക്കണം നല്ലൊരു ഗുരുവിനെ. ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം. ആരെങ്കിലൊക്കെ നമ്മൾ ഗൈഡ് ചെയ്ത് നിങ്ങളൊരു മെൻറ്ററിലേക്ക്, ആ മെൻറ്റർ മരണം വരെ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിരിക്കും. എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ, ഞാൻ അമ്മയുമായിട്ട് നിരന്തര തർക്കങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ, എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നടക്കാൻ എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. മെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബോബി ജോസ് കട്ടിക്കാട് എന്നൊരു അച്ഛനുണ്ട്, വിൻസെൻ്റ് കുണ്ടുകുളം എന്നൊരു പ്രീസ്റ്റ് ഉണ്ട്, ഋഷികേഷ് മുണ്ടാണി എന്നൊരു സുഹൃത്തുണ്ട്. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഗാഡ്ജറ്റ്സിലല്ല, നല്ല സൗഹൃദങ്ങൾ, നല്ല മെൻറ്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര വലിയ സങ്കടങ്ങൾ നിങ്ങൾ കടന്നുപോയാലും നമുക്കൊരു ബലം ഉണ്ടാവും. ഒരു ചോദ്യം ചോദിച്ച് ഒന്ന് ടെൻഷൻ അടിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾ നിർത്തി ടോക്ക് അവസാനിപ്പിക്കുകയാണ്. മഞ്ഞമ്പൽ ബോയ്സ് കണ്ടായിരുന്നോ? മഞ്ഞുമ്മൽ ബോയ്സിലെ ഗുണ കേവ് എന്ന് പറഞ്ഞാൽ 13 ആളുകൾ വീണിട്ട് തിരിച്ചു കയറാത്ത മരിച്ചുപോയ ഇടമാണ്. അവിടേക്ക് ഒരു കൂട്ടുകാരൻ വീണപ്പോൾ ആ കൂട്ടുകാരൻ രക്ഷിക്കാൻ മറ്റു ഫ്രണ്ട്സ് ഇറങ്ങി. കഥ നിങ്ങൾക്കറിയാലോ. എൻ്റെ ചോദ്യം ഇതാണ്, ആ ഗുണ കേവിൽ വീണു പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന സുഹൃത്താരായിരിക്കും? അങ്ങനെ ഇറങ്ങാൻ മാത്രം ഒരു മുഖമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ നാളെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ആ കുഴിയിലേക്ക് ഇറങ്ങുക? അതിനുത്തരം കണ്ടെത്തുന്നിടത്ത് ഈ ഫോബോയും ഒക്കെ ഡിസപ്പിയർ ആവും. ഇത്ര നേരം എന്നെ കേട്ടതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir, for that honest, engaging, and thought-provoking
session. And that brings us to our third session. Is screen time changing you? Social media addiction on young minds. Our third keynote speaker is Professor Dr. Anju Shoshan George, Principal and Professor at CMS College, Kottayam. She holds a PhD from the University of Kerala and has specialized in disability studies and fiction, bringing together academic scholarship and a deep interest in questions of inclusion and human experience. She is also an accomplished author with works including discourses on disability, disability studies, a bibliography of woes of a working woman. Her research and academic contributions reflect her commitment to creating greater awareness around inclusion and representation. In 2025, Dr. Anju became the 29th principal of CMS College and the first woman to lead the institution. Her combination of scholarship, leadership, and commitment to inclusive education makes her perspective especially meaningful for our conclave. Ladies and gentlemen, please join me in giving her a warm welcome. Good afternoon, everyone. After two brilliant speeches, I would request your attention span to extend another couple of minutes with me as we share something that is relevant to youngsters all across the world, particularly in 2026. As we are here discussing about conscious education, I would like to add on to what the earlier panelists have mentioned. In the year 2024, a book called as Anxious Generation started creating a small butterfly effect. Have you heard of that book? No. This is one book that made the Australian government put a social media ban for all children under age 16. And there, I know it matters to you. After Australia, New Zealand started thinking about it, Germany started thinking about it, Vietnam, Malaysia, UK, all of these countries today have a social media policy that stops Instagram, Facebook, Thread, Snapchat, and likewise 10 social media platforms that is taking the students, taking the children's attention away. Now, why is this? I'm sure we have, and you have as children, heard much about these, haven't you? This is not new to you. You have heard parents talk to you. You have heard your teachers tell this to you. What is it doing to youngsters like you all across the world? When this psychologist, Hayden, wrote in this book, The Anxious Generation, and was read by people across the world, they understood how a device or a mobile phone or your laptop opened the world to social media, and through that, FOMO came through. Through that, mental health issues started escalating. Through that, children started not getting a minimum of 7 hours of sleep. Through social media, it slowly progressed into addictions. And through social media, you would not believe an astounding 96% of children from the age 10 to 13 started being addicted to social media. The usage of social media just escalated. When we know of all of these things,
beyond all of these things, there is something that changes in you as youngsters. It is okay if it is just a device and you watch a content and you forget that after some time. But that is unfortunately not what social media is doing to you, doing to your brain. Now, 2 children's case studies are mentioned in that book, The Anxious Generation. One was a boy called Oliver. Oliver felt that his weight was more in comparison to what should be the normal level. This is a condition called bulimia, where you feel that you are overweight, you eat food because you can't stop eating, and then you vomit out the food because you don't want to contain it. Oliver's social media feeds started giving him an intense sense of confident loss. And because of that, Oliver had bulimia. Oliver started throwing up everything that he ate. It ended into a nervous disorder, which eventually led to this boy's death. The second case study was that of a young girl called Matilda. Matilda, again, was a social media user. Unfortunately, shared one of her pictures into the web. It entered into a cycle of bullying, and Matilda again committed suicide out of cyberbullying. These 2 case studies, these 2 families of Oliver and Matilda went out into the public to help children all over the world put an end to social media usage. That same story that is reflected in Anxious Generation is what spread this wild fire, where the entire world today is being concerned about your social media usage. Now, why do you think this is important? Your brain is not a static thing. Your brain is continuously changing. Imagine it to be like a big tree, the most massive tree that you can possibly imagine. Or imagine it like billions of neurons, worms writhing, continuously moving. So this continuously moving part is what we have in our brain, all of us. Billions of neurons continuously fluctuating, continuously moving. It's said that after today, when you walk out of the room, your brain will be a little different, microcosmic level different than what it was when you walked into the room. We never imagine our brain to be like that. We always imagine us to be born with a brain and we take it till we die. That's not the case. It is a continuously moving thing. So every activity that you do changes your brain. You don't do an activity because your brain tells you. The activity that you do changes your brain. Think of the significance of that, which means if you are doing something continuously, then it creates a new network in your brain. Your brain becomes rewired differently. If you start a good habit, or let's say you did not think that you were good at singing. You joined the music club. You got into a regular training. And then later on, you will understand that that has somewhere fallen into place. Your brain has rewired to adapt that new change and make it your own. Now think of the negative side. If you get into a wrong habit, if you get into an addictive wrong habit, again, your brain changes. Your brain changes because of that repeated activity to make sure that is also accounted for.
So this same thing on a large scale, when we look into social media addiction, what happens there? I told you to imagine like a tree, a huge tree. Think of it as sunshine falling on a particular branch. The branch evolves slowly and bends itself towards that sunshine. On the other hand, think of a part that is decaying. The brain will slowly start winding up there. So this is how engaging the brain is. Now, when you get into social media feed, what happens is you go into scrolling, right? Does it stop? No. People call it mindless scrolling. Why? Because one after the another, you have so many different videos coming in your Instagram feed or the Facebook feed. You're not able to stop it. It just keeps coming. There is a curiosity within you. What is the next? Is it an ad that is going to be boring? Or is it a viral video that will interest you? That interest is what is being created and brought into your mind by the small happy hormone called as dopamine. Dopamine is generated even when you eat a chocolate. But the problem is when you get into a social media addiction or social media scrolling, and the difference between that scrolling and eating a chocolate is different. Chocolates give you dopamine, but the process of probably unwrapping it and the process of savoring it comes to a satiation, which means comes to a level where you know you don't want more after the 5th bar of chocolate. You are content, you tell yourself it's sufficient, I don't want to have more chocolate for the day. You stop. Your dopamine, and even though there is a dopamine arousal, your brain tells your body, time to stop. But the problem is, when there is a social media content and when there is a scrolling that is being done, every feed will get or trigger a small dopamine, which means you don't know what the next video is. You don't know, your curiosity level is more than when you are eating a predictable chocolate. Your curiosity level tells you, let me check, let me check, let me check, let me check. And you continue that process. This is the reason why young ones are not getting adequate sleep, because it eats into your sleep time. You're not able to control it at all because it tells you one more video, one more little message, and let me put the phone down. Added on to this is what we have is when we have the artificial intelligence coming in. And artificial intelligence, though changes a lot of things in the better for you, you will also know that artificial intelligence has taught our brains to go on a comfort mode, to go on a non-challenged mode. People have done a research. Any study, like for example, if your teacher tells you to do an essay, right? An essay on Indian history or the history of Indian independence, what do now? You go to ChatGPT, you Google, and you bring out a document. The neural connections in your brain are not as activated as it would be if you are going to sit, think about what the teacher has told you, do your own research, spend some time on this. Technically, this is called as cognitive offloading. Cognitive offloading is something that you will know when you spend a little more time on it, but just remember it is as simple. Where you invest, എവിടെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് റിട്ടേൺസ് തരുന്നത്. If you are spending your time and attention in thinking about something, there will be more neural activity in your brain. There will be more connections in your brain. That will create more memory. എനിക്ക് ഓർമ്മയില്ല, ഞാൻ എക്സാമിന് പഠിച്ചതൊന്നും ഓർക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, that is again because you are not repeating it.
Your brain is not being given enough time, enough space to revise, to interconnect, and to grow in that connection. When you type out an essay that is ChatGPT generated, where have you invested? It is a zero investment that you put. And because of that, the connections in your brain will also not be healthy. It is just as muscle memory. What do? Your brain is like a muscle memory. When you do things repeatedly, gym goers will know, to create a muscle, what do? You go on diet, you focus on one muscle continuously, and then you get a trained body. Likewise, your brain also needs that. It needs time, it needs attention. Where you focus, that is what it matters. Where you invest, that is what comes back to you. My dear students, you have so much of options in your hand. You have so much of opportunities in your hand. But what do you choose to spend time for is what matters. Unfortunately, your generation is called as the bend generation. Why is it called as the bend generation? Because if there is a phone, what do? We do this. Where is our spine? What is our spine doing? It is bent. But that bend generation and being labeled that tag of a bend generation should not be stopping you. The entire horizon is there for you to fly, to reach high. Use the best of AI. Use the best of social media. Ride on the wave of AI. Don't be sucked into a loop that will kill your creativity. Don't be sucked into a loop of a media that will make you not you. The world is all yours. Opportunities are all yours. It just waits for you to keep your eyes open. Listen patiently. Let the music of the world come to you. We live at a time where not even a second of ours is ours completely. നിങ്ങളൊരു ബസ്സിൽ പോകുമ്പോൾ ആലോചിച്ച് എത്ര ശബ്ദങ്ങളാണ് നമ്മുടെ ചെവി പ്രോസസ്സ് ചെയ്യുന്നത്, കണ്ണിൽ കൂടെ എത്ര ബിൽ ബോർഡ്സാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമ്മളുടെ ബ്രെയിൻ കണ്ടിന്യൂസ്ലി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, പക്ഷെ നോയ്സ് ആയിട്ട് ഇറ്റ് കംസ് ടു യു. Spend a little bit of your time just for yourself. When nature becomes that best healer, and the best education comes from there. If you let nature talk to you, it will find solution. It will help you find solution to most of your worrisome days. Thank you so much. Thank you, ma'am, for bringing such an important and relevant perspective to our attention. Moving forward to the next segment of today's conclave is a question and answer session. Our students will have the opportunity to interact directly with the speakers and take the conversation to a step further. We have Ms. Sonia to take over and conduct this segment. Over to you, ma'am. Good afternoon, everyone. Well, after a much enriched and fruitful session by Thirumeni, Joseph sir and Anju ma'am, let us move ahead to the much awaited floor for the question and answer session. His Grace, we would like your wisdom on the first question that will be posted to you by one of our students. May I call upon Alil Ahsan of Excelsior English School to please ask your question to His Grace Thirumeni. Can I have one of the student volunteers to give him the mic? Go ahead. In the 21st century, where people make how their day go, but in schools we are given a set of objectives and taught how to do it.
The problem comes when after we finish school and move on life, the school system isn't a helpful source. So, how can it be used, the strategies given at school, in such a way that it becomes helpful in anywhere, any place, and any time? Only one simple answer: we have to change the syllabus. As our honorable speaker said, we have to update our system. നമ്മുടെ ഒരു പുതിയ ലോകത്തിന് ചേരുന്ന വിധത്തിലും കാലത്തിന് ചേരുന്ന വിധത്തിലും കുറേ കൂടി സ്കിൽഫുള്ളായിട്ടുള്ള കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസിലേക്ക് മാറണം എന്നുള്ള രീതിയിൽ നമ്മൾ പൊതുവേ ലോകത്തിൽ ഇങ്ങനൊരു ചിന്ത വരുന്നുണ്ട്. എസ്പെഷ്യലി യൂറോപ്യൻ വെസ്റ്റേൺ സ്കൂളിങ്ങിലൊക്കെ അങ്ങനെ ഒരു മാറ്റം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സിലബസുകളിലും അതിൻ്റെ ഒരു മാറ്റം വന്ന് കുറേ കൂടി അവരെ ചെറുപ്പം മുതലേ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ പ്ലംബിങ്ങും ഇലക്ട്രിക് വർക്കും ഒക്കെ അവരവരുടെ വീട്ടിൽ അവരവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന രീതിയിലേക്ക് സിലബസിൻ്റെ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മൾക്കൊന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ദാറ്റ് അപ്ഡേഷൻ. ഐ തിങ്ക് സോ. Thank you, Tirumeni. The next question will be to Joseph, sir. If I would like to have you respond to the next question. That will be from Vismaya Rajiv of Mar Basilius Public School. സർ, ഇന്നത്തെ സോഷ്യൽ മീഡിയ ജനറേഷനിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പം വി ഓഫൻ കമ്പയർ ആർ ഗ്രോത്ത് വിത്ത് അതേഴ്സ് സക്സസ്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ സെറ്റ് ബാക്സ് പോലും വലിയ ഫെയിലിയർ, പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജനറേഷൻ എങ്ങനെയാണ് നമ്മുടെ തന്നെ പേസിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കുക. ആൻഡ് ഓൾസോ ഫോമോ എപ്പോഴും അതിനൊരു നെഗറ്റീവ് ഇഫക്റ്റ് മാത്രമാണോ, ഓർ ക്യാൻ ഇറ്റ് ഹെൽപ്പ് us to do better in our lives? Thank you. ഗുഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്തിനു മനസ്സിലായോ? ഇന്നലെ ഒരു വാർത്ത കേട്ടതാണ്. ഇന്ന് ഇങ്ങ് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ന്യൂ മെക്സിക്കോയിൽ അവിടുത്തെ ഗവൺമെൻറ്, അവിടുത്തെ കോടതി മെറ്റയ്ക്കെതിരെ, ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും മദർ കമ്പനി മെറ്റയ്ക്കെതിരെ അറൗണ്ട് $500 million പിഴ ചുമത്തിയിരിക്കുന്നത്. അതിന് കാരണം യങ്സ്റ്റേഴ്സിൻ്റെ ബ്രെയിനിനെ ഈ കോമ്പറ്റിറ്റീവ് വേൾഡിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അൽഗോരിതം ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ് കേസ്. ഇന്നലെ വന്നിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരും ബ്രെയിനിനെ ഇതുപോലെ അവരുടെ സക്സസ് നോക്കി കോമ്പറ്റിറ്റീവ് ആകണം, അതിനേക്കാളും മുകളിൽ പോകണം എന്ന രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുന്ന രീതിയിൽ മെറ്റ അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നു എന്നതിന് എതിരെ കേസായി $500 million കൊടുക്കേണ്ടി വരിക. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹ്യൂമൻസ് ആർ സോഷ്യൽ ആനിമൽസ്, നോട്ട് സോഷ്യൽ മീഡിയ ആനിമൽസ്. വി ആർ സോഷ്യൽ ആനിമൽസ്. ഈ സോഷ്യൽ മീഡിയയിൽ ചുറ്റുമുള്ളവരെ ഞാൻ പറഞ്ഞു, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരാളാണ്. കൃത്യമായ സക്സസിന് ശേഷം, അതായത് ഒരു സിനിമ 100 ദിവസം ഓടിയതിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ കേക്ക് മുറിച്ച ഒരാൾ അയാളുടെ വീഡിയോ കാണുന്നതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ഡിപ്രഷനിലായിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കാണിക്കുന്നത് മുഴുവൻ അയാളുടെ പടം 100 ദിവസം ഓടി അതിൻ്റെ കേക്ക് മുറിക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വലിയൊരു സെലിബ്രിറ്റി. അപ്പോൾ നമ്മൾ ഇത്തരം ഈ മറ്റുള്ളവർ സക്സസ് കണ്ട് നമ്മളിങ്ങനെ മനസ്സിങ്ങനെ കലങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അണ്ടർസ്റ്റാൻഡ് ദി ട്രൂത്ത് എന്നുള്ളതാണ്. സത്യം നമ്മൾ മനസ്സിലാക്കണം. ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് ഫേക്ക് ബുക്ക് എന്നാണ്. ഇവിടെ എനിക്ക് ഉറപ്പാണ്, ഈ നിങ്ങൾ വിദ്യാർത്ഥികളിൽ ആർക്കെങ്കിലും ഫേസ്ബുക്ക് ഉണ്ടോ? ഉണ്ടാവില്ല. അവർക്ക് ബോധമുണ്ട്. കാരണം ഫേസ്ബുക്ക് ഈസ് എ ബാഡ് പ്ലേസ് ടു കം ടു. പ്ലീസ് ഡോണ്ട് കം. അവിടെയൊക്കെ ഞങ്ങളെപ്പോലുള്ളവരാണ്, നശിപ്പിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിൻ്റെ ഒരു ട്രെയിനിങ് US പോയപ്പോൾ കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞത്, ഫേസ്ബുക്കിൽ റീച്ച് കിട്ടണമെങ്കിൽ ഒന്നിൽ സെക്ഷുവൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹേറ്റ്രഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഫേസ്ബുക്ക് ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ 4 സ്മൈലീസ് ഉണ്ടായിരുന്നു: ലൈക്ക്, ലവ്, ഹഗ്, ബ്ലഷ്. ഇൻസ്റ്റഗ്രാം കത്തിക്കേറി വന്നപ്പോഴാണ് ഫേസ്ബുക്ക് ആംഗ്രി ഇമോജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് വെറുപ്പ് കാണിക്കാം.
അപ്പോൾ യൂട്യൂബിൽ ഇത്രയും കാലം ലൈക്ക് ബട്ടൺ ഉണ്ടായുള്ളൂ, പിന്നെ ഡിസ്ലൈക്ക് ബട്ടൺ വന്നു. വെറുപ്പിന് മാർക്കറ്റുള്ള ലോകത്താണ് മക്കൾ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ ഫേക്ക് വേൾഡ്. ഫേസ്ബുക്ക് ഒരു വർഷം ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് 2.5 കോടി ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ആണ്. ഇൻസ്റ്റഗ്രാം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 2 മില്യൻ്റെ ഫോളോവേഴ്സ് കുറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് 2000 ഫോളോവേഴ്സ് കുറഞ്ഞു. ഇൻസ്റ്റഗ്രാം ഫേക്ക് അക്കൗണ്ടിൽ എടുത്ത് കളയാണ്. നമ്മൾ ഈ കാണുന്ന പലതും ഒരു 80% ട്രൂത്ത് അല്ല. ഇത്തരത്തിലുള്ള ചില കൺഫ്യൂഷൻ അവരങ്ങനെ വിജയിക്കുന്നു. എൻ്റെ സക്സസ് എന്താവുന്നു, എൻ്റെ സക്സസ് ആരും ശ്രദ്ധിക്കുന്നില്ലേ? വാട്ട് ഈസ് സക്സസ് എന്നുള്ളത് വ്യൂസിൻ്റെ, ലൈക്സിൻ്റെ, ഷെയറിൻ്റെയും ഇതിൽ നമ്മൾ എടുത്താൽ നമുക്ക് എപ്പോഴും പരാജയമായിട്ട് തോന്നും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യമാണ്. നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ട്. ഈ പീസ് ഓഫ് മൈൻഡ് വലിയൊരു കാര്യമാണ്. നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടോ, താമസിക്കാൻ ഒരു സ്ഥലമുണ്ടോ? അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, മുകളിലേക്ക് അധികം നോക്കണ്ട, താഴത്തേക്ക് നോക്കിയായെന്ന്. നീ ഒരു ടോക്കൻ എത്ര ചാർജ് ചെയ്യുന്നത്? അമ്മേ, അവരൊക്കെ വലിയ എമൗണ്ടാണ് ചാർജ് ചെയ്യണേ, താഴത്തേക്ക് നോക്ക് ബാക്കിയുള്ളവരോ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഫോമോ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലൊരു ശതമാനം സോഷ്യൽ മീഡിയയ്ക്ക് പങ്കുണ്ട്. പിന്നെ ഫോമോ നല്ലതല്ലേ എന്ന് വെച്ചാൽ ഒരു കണക്കിന് നല്ലതാണ്. ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് എപ്പോഴും ഒരു എഡ്ജ് ഉള്ളത് നല്ലതാണ്. മറ്റുള്ളവരെ പോലെ നമുക്ക് ആവാൻ ശ്രമങ്ങൾ നടത്തുന്നത് നല്ലതാണ്. ബട്ട് നെവർ കമ്പയർ യുവർ ബിഗിനിങ് വിത്ത് സമ്മൺ എൽസസ് മിഡിൽ. നിങ്ങൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലോടും എനിക്ക് എന്താ 1 മില്യൺ വ്യൂസ് കിട്ടാതെ, അവന് 1 മില്യൺ ഉണ്ടല്ലോ, അവൻ പണ്ടേ തുടങ്ങിയതായിരിക്കും. അങ്ങനെയുള്ള കമ്പാരിസൺസിൽ നിന്ന് പുറത്ത് കിടക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് എപ്പോഴും അതിൽ സെൻസിബിളായിട്ട് ഇടപഴകുന്നത് നല്ലതാണ്. എല്ലാ നേരവും അനാലിസിസിലൂടെ കടന്നു പോയാൽ ഒരു പ്രയോഗമുണ്ട്, അനാലിസിസ് പാരാലിസിസ് എന്നാണ്. നിങ്ങൾ വല്ലാണ്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പാരാലിസിസ്, നിങ്ങൾ തളർന്നു പോകും. അപ്പം അങ്ങനെ ഇല്ലാത്തൊരു ലോകത്തിൽ സെൻസിബിളായി ട്രൂത്ത് സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ശരിയായ ഉത്തരം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. Thank you, sir. So I just have an add-on to that. നമ്മൾ ഫോമോയെക്കുറിച്ച് സംസാരിച്ചപ്പം സർ പറഞ്ഞു ലാസ്റ്റ് സെൻറ്റൻസ് വാസ് വി നീഡ് ടു ഹാവ് എ മെൻറ്റർ ഓർ എ ഗൈഡ്. ബട്ട് സിൻസ് വി ആർ ഇൻ ദിസ് ടീച്ചിങ് ഫീൽഡ് വി ഹവ് കം അക്രോസ് ദാറ്റ് ചില പിള്ളേർ ഓപ്പൺ അപ്പ് ചെയ്യും, ചില പിള്ളേർ അവരെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് അവിടെ വെക്കും. സോ വാട്ട് ക്യാൻ യു ടെൽ us ലൈക്ക് ആസ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമ്മൾ അതിനകത്തുനിന്ന് ആ ഫോമോ എന്നുള്ള ആ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ എങ്ങനെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ബിക്കോസ് അൺലെസ് ദേ കം ഔട്ട് വി കാൺട്ട് ഹെൽപ്പ് ദം. ആൻഡ് എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഹോംവർക്ക് ടീച്ചേഴ്സ് ചെയ്യേണ്ടി വരുന്നു. കാരണം ചില ജിസ്ജോയുടെ സിനിമയിലൊരു ഡയലോഗാണ്, ഒരു പാറ പൊട്ടിക്കുന്നൊരു ഇത്, 57ാമത്തെ അടിയിലാണ് പാറ പൊട്ടിയത്. 57ാമത്തെ അടിയിൽ 56 അടി അതിനു മുമ്പ് അടിക്കണം. ഒരുപക്ഷെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി നോക്ക് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്, ഡിഫറെൻ്റ് അപ്രോച്ചുകൾ എടുക്കേണ്ട ബാധ്യതയുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു കുട്ടി കാണാൻ വന്നപ്പോൾ അവൻ എന്നോട് ചോദ്യം ചോദിക്കണമെന്ന് അവന് ധൈര്യമില്ല. അവസാനം എൻ്റെ വൈഫും പരിപാടിക്കുണ്ടായിരുന്നു. അപ്പോൾ വൈഫിനോട് ചോദിക്കുകയാണ്, സാറിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമില്ല, നീ ചോദിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ കുട്ടികൾക്ക് വേണ്ടി പുസ്തകം എഴുതാത്തേ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഞാനത് ചിന്തിച്ചിട്ടില്ലടാ. നീ എൻ്റെ എല്ലാ ടോക്കനും കൈയടിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്ന നോക്കിയെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം എനിക്ക് കൂട്ടുകാരില്ല. എന്തുകൊണ്ടാണ് കൂട്ടുകാരില്ല? പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവൻ്റെ അമ്മ ഇങ്ങനെ നമ്മുടെ വീഡിയോസും ഇതുപോലുള്ള കുറേ മനുഷ്യരുടെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ. അവന് കുറച്ച് സൈക്കോളജിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അവനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയവനാണ്. അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ചേട്ടൻ നമ്പർ എനിക്ക് തരാമോ, ഞാൻ വിളിച്ചെടുക്കുമോ, അത് ഞാൻ ചേച്ചിയിലൂടെ റൂട്ട് ചെയ്യണോ? ചെറിയ പയ്യനാണ്. അവനോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞാടാ, നിനക്ക് എന്താ ധൈര്യമായിട്ട് വിളിക്കണം, എന്തേ മദറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ എടുക്കുമോ? എടുക്കും. എൻ്റെ ഫ്രണ്ട് പോലെയാണോ എന്ന് വെച്ചു. ഫ്രണ്ട് ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്, ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. നെക്സ്റ്റ് മൊമെൻറ്റിൽ മാധുരിയുടെ ആ വീഡിയോയിൽ അത് കിട്ടിയിട്ട് അവൻ എന്നെ തുരിതൊരു ഉമ്മ വയ്ക്കുകയാണ്. അവനൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയ അവനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ്. അതിനുശേഷം അവൻ വിളിക്കുന്ന എല്ലാ കോളുകളും നമ്മൾ എടുക്കുക. നമുക്ക് രാത്രി ഉറക്കം വരുമ്പോൾ ചില കോളുകൾ നമ്മൾ എടുക്കില്ല. പക്ഷെ അവനെ ഇങ്ങനെ വിളിച്ചാൽ മതി എന്നൊരു പേര് എനിക്ക് അവൻ തന്നിട്ടുണ്ട്. ആ പേരിൽ നമ്പർ സേവ് ചെയ്തതാണ്. കൂടെ മോൻ എന്നും കൂടി ഉണ്ട്. അവിടെ പറടാ യാത്ര നമ്മൾ എടുക്കും. അത് കുറേ ഉറക്കം എൻ്റെ കളയുന്നുണ്ട്. അവൻ തോന്നുമ്പോഴൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാനവന് പ്രോമിസ് ചെയ്തു, ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇറ്റ് ഡിമാൻഡ്സ് കോൺസ്റ്റൻറ്റ് എഫേർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. സംഡേ മേ ബി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതിന് ശേഷമായിരിക്കും അവർ ഓപ്പൺ അപ്പ് ആവുന്നത്. ബട്ട് കീപ്പ് ഓൺ നോക്കിംഗ്. മേ ബി ഓൺ ദ 57th blow it will open. Got your point, sir. ഒരു അഡീഷൻ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഈ മെൻറ്റർ ഡിസൈപ്പിൾ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ഫിലോസഫി ഉണ്ട്.
When the student is ready, the teacher will appear. When the student is truly ready, the teacher will disappear. So we promise that in Mount Basilis Public School, we are always present for our students. Thank you for that. Thank you, sir, for the insightful response. Over to you, Anju ma'am. We'll have the next question for you. Can I call Neha Jose of Excelsior English School to have her question for Anju ma'am? Most of the people today are heavy users of mobile phones and internet in one way or another. How can we reduce our usage step by step without the feeling of overwhelming ourselves? Thank you, Neha. I believe what all of us are trying to tell you is you don't have to put an end to it suddenly. You can keep a time limit. And it should not be because your parents are telling you to do it. Your teachers are telling you to do it. When you come to an understanding that I'm going to use it for 1.5 hours today, and you can tell your parents, this 1 hour or this 1.5 hours, please give it to me. Let me have my time. And then you can take it back in case you are using your mother's or your father's mobile phone. If you have your own phone, then it's a little more tricky. You have to have so much of a self-discipline to do that. But I've seen students doing that. You are in your time where multiple friendships, this is a time where you can explode in friendships. You can explore so many options that come to you. When you are using your mobile phone, you are stopping all of those other life experiences to reach you. And when you come to that realization that this is what I want to achieve in life, let me go ahead with that. If my usage of mobile phone is stopping me from reaching my goal, then I am hoping that you will find that voice within yourself that will help you put a stop to it. Keep that away. I'm sure many children have this habit. I've seen my children do that too, so I know. In between your studies, you quickly take the phone and see if there is something, right? Another version of FOMO. But then what does that do again? That breaks your attention span. Ideally, it's a 25-minute study where you focusedly read something, write something, and then you go for a 5-minute break. That is how the Japanese believe that a perfect attention span is tended to be. But if your mobile phone usage comes in between that, it breaks your attention and stops you from paying more focus on what needs to be done. So self-discipline is what will help you there. Thank you so much, ma'am, for addressing it so beautifully. His Grace, we'll have the next question for you. And I call upon Ayushi Ajish of Chinmaya Vidyalaya for asking the question to His Grace. Good morning. In today's competitive world, how can we succeed without compromising our values? There is only one answer. Be truthful to yourself. Very simple yet meaningful. Thank you, Tirumeni. Next question to Joseph sir. Can I call Richard Emmanuel Reggie of CMS CHS School for the question to Joseph sir? Sir, when students face failure or repeated setbacks, how can we turn these experiences into motivation instead of losing confidence in ourselves?
For example, like failure in exams. Thank you. ഭയങ്കര ജെന്റിലായിട്ടുള്ള സംസാരമല്ലേ, ഭയങ്കര ശാന്തമായ സംസാരം. എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു എക്സാമ്പിൾ പോലെ പറയാൻ പറ്റുന്നത്, ഞാൻ മാത്സ് തോറ്റ ഒരാളാണ് എം ബി എക്ക് 6 ലക്ഷം ലോൺ എടുത്തിട്ടാണ് എൻ്റെ ഫാദർ എന്നെ MBA പഠിപ്പിച്ചത്. പുള്ളി ആ ലോൺ എടുത്തത് എൻ്റെ പേരിലായിരുന്നു. എനിക്കത് അടച്ചു വിട്ടേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. അധ്യാപകരുടെ മകൻ തോൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടുള്ള ഒരു കാര്യമാണ്. ഇവിടെ പാരൻസ് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈമുക്കാവോ? നമുക്കൊരു നിമിഷം ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അധ്യാപകരുടെ മകനായിരിക്കുക എന്നുള്ളത്, മകനായിട്ട് തോൽക്കുക എന്നുള്ളത്. പലയിടങ്ങളിൽ ഞാനിങ്ങനെ തോറ്റിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രസംഗം പറഞ്ഞന്ന് വെടിയുണ്ട അവിടെ വെച്ച് നിന്ന് തോറ്റിട്ടുണ്ട്. അതിനുശേഷം KCSL എന്നൊരു സംഘടനയുണ്ട്, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ്. അതിൻ്റെ ലീഡർഷിപ്പ് മത്സരത്തിന് പങ്കെടുക്കാൻ പറഞ്ഞ് എന്നെ ഉന്തി തള്ളി വിട്ടു. നല്ല പ്രസംഗം പറയുന്ന ആളാണ് ലീഡർ ആവുക. അവിടെ നമ്മൾ ഈ മാനിസസിന് വന്ദനമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും പുറത്തായി. പിന്നെ സെമിനാരിൽ പോയി, പള്ളിയിലച്ഛനാവാൻ. സെമിനാരിൽ 3 വർഷം ഉണ്ടായിരുന്നു ഞാൻ. എപ്പോഴെങ്കിലും ഒരു ബ്രദറിന് ഒരു സ്പീച്ചിന് അവസരം കിട്ടും സെമിനാറിൽ. ഓരോ തവണ ഞാൻ പനിയാണ്, തലവേദനയാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോയ ഒരാളാണ്. ബട്ട് സം ഹൗ ഇൻ 2026 ഞാൻ പബ്ലിക് സ്പീക്കറാണ്. അതെങ്ങനെയായെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ആക്സെപ്റ്റ് ദി ഫ്ലോ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ പറയും നിങ്ങളുടെ തലയിൽ കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നി ലൈഫ് നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാനിന്ന് എവിടെ പോകുമ്പോഴും ടോക്ക് ഷോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് ഞാൻ MBA തോറ്റിട്ടും കോളേജിൽ നിന്ന് ഫസ്റ്റ് പ്ലേസ്ഡായ കഥ പറയുമ്പോഴാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൽപ്പറ്റ നാരായണൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വരി ഇങ്ങനെയാണ്: ഏറ്റവും പ്രതികൂലമായ സാഹചര്യമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം. അയാൾ കവിതകൾ എഴുതാൻ കാരണം അസുഖം ബാധിച്ച് ഒറ്റപ്പെട്ട് വയനാട്ടിലെ ജീവിതം മടുത്തപ്പോൾ ആ മടുപ്പിൽ നിന്നാണ് കവിതകൾ എഴുതിയത്. അതാണ് അയാൾ എഴുത്തുകാരനാക്കി മാറ്റിയത്. ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതുന്നത് ചൈനയിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴാണ്. എൻ്റെ ബോസും സബോർഡിനേറ്റ്സും ഇവിടുത്തെ കാലത്ത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ക്രിസ്മസിന് അവരൊക്കെ കൂടി പോയി നാട്ടിലേക്ക്. ഞാൻ ഒറ്റയ്ക്ക് ചൈനയിൽ റിലീജിയൻ അങ്ങനെയില്ല. അവർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈ തൊപ്പിയും ബലൂണും മാത്രമേ ഉള്ളൂ. ക്രൈസ്റ്റ് ആരാണെന്ന് പോലും കൃത്യമായ ധാരണയില്ല. അവൻ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ കുറ്റബോധം ഇറിറ്റേഷനിൽ നിന്ന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. ബറീഡ് തോട്ട്സ് ഒരു ബ്ലോഗ് തുടങ്ങി, ഒരു കഥ എഴുതി. അത് കുറച്ചവർക്ക് വായിക്കാൻ കൊടുത്തു, കുറച്ച് ഫീഡ്ബാക്ക് കിട്ടി, ഒരെണ്ണം കൂടി എഴുതി. അങ്ങനെ എഴുതിയത് 30 ബ്ലോഗായി. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 21 ഞാൻ ബുക്കാക്കി ഒരു ഓതറായി മാറിയത്. അപ്പോൾ നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാക്കുമ്പോൾ ഉറപ്പിച്ചോ നാളെ ഫേമസ് ആവാനുള്ള എന്തോ അതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. നാളെ രക്ഷപ്പെടാനുള്ള കീ ആക്ച്വലി ഈശ്വരൻ നമുക്ക് വെച്ചിരുന്നത് നമ്മൾ തോക്കുന്നിടങ്ങളിലാണ്. ഏതൊരു മനുഷ്യൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ എടുത്തു, അതിൻ്റെ പുകയിൽ കൃത്യമായൊരു വീക്ക്നെസ് ഉണ്ട്. ലയണൽ മെസ്സിയുടെ ഹോർമോൺ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് അയാൾക്ക് രോഗം ഉണ്ടായിരുന്നത്. അയാൾക്ക് വളർച്ചയില്ലായിരുന്നു. എല്ലാ ദിവസവും ഇടതുകാലിൽ ഇഞ്ചക്ഷൻ എല്ലാ മാസവും കുത്തിവെക്കണമെങ്കിൽ ഭയങ്കര പൈസ ഉണ്ടായിരുന്നു. ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലിയസ്റ്റ് ലെഗ് ഏതാന്ന് പറഞ്ഞാൽ ഇൻഷുർഡ് ലെഗ് അയാളുടെ കാലാണ്. പറയുമ്പോൾ ഒരു കഥ വേണ്ടേ മനുഷ്യർക്ക്? എനിക്ക് തോന്നുന്നത് നമ്മൾ തോക്കണം, ബ്രേക്കപ്പ് ഉണ്ടാവണം. പരീക്ഷയ്ക്ക് തോക്കണം എന്നൊരർത്ഥമില്ല. കൈയടിച്ചത് ആ അർത്ഥത്തിലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. തോറ്റ ആരാണ് കൈയടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് യു ഷുഡ് ഫെയിൽ, യു ഷുഡ് റൈസ് അപ്പ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ വലുതായി കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന കഥകൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും. എല്ലായിടത്തും ജയിച്ച് വന്നിട്ട് ഇൻസ്പയർ ചെയ്യാൻ നോക്കിയാൽ പകുതി പേരെ പോലും നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് തോറ്റിട്ട് ജയിച്ച ഒരാളാണെങ്കിൽ യു വിൽ ബി മോർ ഇൻസ്പിറേഷണൽ. സോ സെറ്റ് ബാക്സ് ഇറ്റ്സ് ഓൺലി എ സെറ്റപ്പ് ഫോർ എ കം ബാക്ക്. താങ്ക് യു. Thank you so much for a very honest and down-to-earth answer. Anju ma'am, our next question will be for you. I call upon Gada M. Ajay of Mar Basilis Public School to post your question towards ma'am. Good afternoon, ma'am. Ma'am, how do you think technology can be used for educational purposes without getting addicted to social media? Thank you.
I think COVID is the time where we all started using technology the way we are doing now. Before COVID, we did not have this system of sharing notes through WhatsApps. So in a way, a setback that we had then was tried to be overcome by technology. If COVID and during COVID days, we could use that systematically to help you in your academics without getting into an addiction. What has changed now? What has changed now where you are looking at it only for entertainment and not for education? I would say that it's because you have not explored it. Sitting in Kottayam, if you are able to sit and listen to a class on dinosaurs by Yale University, or cooking by French University, or architecture by a Roman university, and if we still don't use it for our benefit, then there is something that we are not doing right. All I would just say is, you have so much of opportunities there. It is us who decides what to choose. You as students to decide what is the road you need to use to make sure your dream come true. Opportunities are there. You are there. Just reach out and keep walking. Thank you for those enlightening words, ma'am. May I invite His Grace to guide us with his insights on the next relevant question. And I call Jonah John Zechariah of Giridibam Bethany Central School. We have received an overwhelming response to the questions posted, and we have tried to accommodate as much as we can in the time available. Good afternoon, Tirumeni. I have a question for you. In your opinion, which value is most important for students today and why? And also, do you think the lack of creativity among students and adolescents like us has played a massive role in shaping tomorrow's generation? Commitment is the foremost quality we all should have. നമ്മൾക്ക് പലതരത്തിൽ കഴിവുണ്ടാവാം, കഴിവ് കുറവുണ്ടാവാം, പല തരങ്ങളിലായിരിക്കും. പക്ഷേ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, അതിനോട് നമ്മൾ എത്രമാത്രം കമ്മിറ്റഡ് ആണോ, നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അത്ര മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. ഒന്നും കൂടെ ചോദിക്കാം മോനെ. He was asking about the lack of creativity in those students of this generation. Is that a problem? ഇവർക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലെന്ന് ആരാ പറഞ്ഞേ? നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളാണ്. പക്ഷെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ആ ക്രിയേറ്റിവിറ്റി പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പരിശ്രമിക്കാതെ ചിലപ്പോൾ മാം പറഞ്ഞതുപോലെ ചാറ്റ് GPT ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സർഗാത്മകത, നമ്മുടെ ഭാവന, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ തന്നെ ഭാഷ രൂപപ്പെടുന്നത് ഭാവനയിൽ നിന്നാണ്. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഭാഷയുടെ ഉപയോഗമാണെന്ന് നമുക്കറിയാം. മൃഗങ്ങൾക്ക് വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മനുഷ്യന് ഒരർത്ഥത്തിന് തന്നെ പലതരം വാക്കുകളുണ്ട്. ഒരനുഭവത്തെ വെളിപ്പെടുത്താൻ ഒരുപാട് വാക്കുകളുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കുരങ്ങനിരിക്കുന്നു. താഴെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്തൊരു മാൻകുട്ടി വെള്ളം കുടിക്കാൻ വരുന്നു. ഒരു സിംഹം പുറകെ മാനിനെ പിടിക്കാൻ വരുന്നു. മാൻ കാണുന്നില്ല, മരത്തിൻ്റെ മുകളിലിരിക്കുന്ന കുരങ്ങൻ കാണുന്നുണ്ട്. കുരങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവത്തെ മറ്റൊരു കുരങ്ങനോട് പറഞ്ഞു കൊടുക്കാൻ 2 or 3 വാക്കുകളുള്ളൂ. ക്രാ ക്രീ ക്രീ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയാവും.
പക്ഷെ ഒരു മനുഷ്യനാണ് ഇത് കാണുന്നതെങ്കിൽ അവൻ അത് വെച്ചൊരു നോവൽ എഴുതും. അല്ലേ? ശാന്തസുന്ദരമായ ഒരു സായാഹ്നം, പുഴയോരത്ത് ദാഹാർത്തനായൊരു മാൻകിടാവ്, അത് മെല്ലെ മെല്ലെ ജലം മുത്തി കുടിക്കുമ്പോൾ തൊട്ടു പിന്നാലെ സംഹാരരൂപിയായ ഒരു സിംഹം, ഇങ്ങനെ എഴുതിപ്പോവാം. ഈ ഭാവന എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഭാഷയെ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ. അപ്പം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ആ ഇൻറ്റൻഷൻ, ആ തോട്ട്, അത് വളരെ പ്രധാനമാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഷയായി തീരുന്നത്, അത് മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ജർമ്മനോ ഫ്രഞ്ചോ സംസാരിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റേതാണോ, സമർപ്പണത്തിൻ്റേതാണോ, ആത്മാർത്ഥതയുടെയാണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ദ സോ കോൾഡ് വിജയം, ഞാൻ ബ്രാക്കറ്റിലായിട്ടിരിക്കുന്നത്, സക്സസ് ഇരിക്കുന്നത്. Thank you so much, His Grace. Next question to Joseph sir. I call Vedika Ranjesh of Excelsior English School. You may ask sir your question. Good morning, everyone. My question is, we all know how social media and unlimited exposure to the internet affects our education in more negative ways than the positive ways, right? Then why is it taking so much time for the government to enforce laws like how it happened in Australia? Thank you, sir. അതിന് കറക്റ്റ് ഉത്തരം തരാൻ കപ്പാസിറ്റി ഉള്ള ഒരാളല്ല ഞാൻ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു ഡിസിഷൻ വന്നപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പിള്ളേർ ഓസ്ട്രേലിയയിലാണ്. ഒരുപക്ഷെ ഇതിന് വേറെ കുറേ പൊളിറ്റിക്കൽ തലങ്ങളുണ്ടാവാം, ഇതിൽ ഫിനാൻസ് ചിലപ്പോൾ ഇൻവോൾവ് ആവാം. ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് കേപ്പബിൾ ഇനഫ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഓസ്ട്രേലിയ അത് ചെയ്തത്, എനിക്ക് കർണാടകയിൽ ഇതുപോലൊരു റീസെൻ്റ്ലി ഒരു തീരുമാനം വന്നതായി അറിയുന്നു. നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് മാറ്റാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കണമെന്നില്ല. ഒരു ഉദാഹരണത്തിന്, ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഈ സിഗ്നൽ ചുവപ്പ് കണ്ട അവിടെ വണ്ടി നിർത്തും. ആ സിഗ്നൽ അങ്ങ് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ 10,000 20,000 ഒക്കെയാണ് ഓട്ടോമാറ്റിക്കലി അവരുടെ കയ്യിൽ നിന്ന് പൈസ പോവുക. അങ്ങനെ സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നാൽ എല്ലാവരും നിയമം അനുസരിക്കും. നമ്മുടെ നാട്ടിൽ നിയമം അനുസരിക്കാത്തത് ഈ ഫൈനൊന്നും മാസീവായിട്ട് നമുക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് മഞ്ഞ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നു, ചുവപ്പ് കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. കാരണം വണ്ടി ഇടിക്കാതിരിക്കാൻ. ചുവപ്പാണ് നിർത്തണം എന്നൊരു ചിന്ത നമുക്ക് വരാത്തത് നമ്മുടെ സിസ്റ്റം മാറാത്തതുകൊണ്ടാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ സീൽ ബെൽറ്റ് ഇടാൻ പറയും, സിഗ്നലിലോട്ട് നിർത്താൻ പറയും. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഒരു ഫേമസ് സെൻറ്റൻസ് ഉണ്ട്, ലോകം മുഴുവൻ മുള്ളുകളാണ്, ഒരു സൈഡിൽ നിന്ന് കാർപ്പറ്റ് അങ്ങ് വിരിച്ചാൽ ആരുടെയും കാലുമ്പോൾ മുള്ളു കയറില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ 2 ചെരുപ്പിടുന്നതാണ്, എൻ്റെ കൂടെയുള്ളവരോട് ചെരുപ്പിടാൻ പറയുന്നതുമാണ്. യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ ദ ഗവൺമെൻറ് ടു ചേഞ്ച് ദ സിസ്റ്റം. വി ഡോണ്ട് നോ വെൻ. അതിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങൾ എന്താണ്, മറ്റ് അജണ്ടകൾ എന്താണ്, വി ഡോണ്ട് നോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളായിരിക്കുന്ന ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റിൽ എൻ്റെ യൂസ്, എൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു പാരൻ്റ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നാളെ ഒരു പാരൻ്റ് ആയി കഴിയുമ്പോൾ എനിക്ക് എൻ്റേതായ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ ഇന്ത്യൻ ട്രാഫിക് സിസ്റ്റം ആക്ച്വലി നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ക്ഷമയൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ റോട്ടിൽ കാറും കൊണ്ടിറങ്ങിയാൽ മതി. ഈ നിയമം ഒക്കെ കൃത്യമായിട്ട് അനുസരിക്കുന്നൊരു രീതിയായിരുന്നെങ്കിൽ ഇവിടെ ഇതിന് മാത്രം പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിലേറ്റുള്ള ആക്സിഡൻറ്റ് നടക്കുന്നത് സിഗ്നലുകളിലാണെന്ന് പറയാം. സിഗ്നലിലാണ് ഏറ്റവും കൂടുതൽ ബൈക്ക് ആക്സിഡൻറ്റ് നടക്കുന്നത്. എന്നാലോചിച്ച് നോക്ക്. അപ്പം നമുക്കൊക്കെ പുറകിൻ്റെ അടുത്ത് ഹോൺ അടിക്കുമ്പോൾ അവനെ തെറി വിളിക്കാണ്ട് മിണ്ടാണ്ടിരിക്കാം, എപ്പോഴേലും നിർത്തിക്കോളും. ക്ഷമ പഠിക്കാൻ നല്ലതാണ്. കാരണം നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സിസ്റ്റം നമുക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഓൾവേസ് ഡോണ്ട് വെയിറ്റ് ഫോർ ദ സിസ്റ്റം ടു ചേഞ്ച്. സിസ്റ്റം മാറിയാൽ അടിപൊളിയാണ്, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ, ചില സാഹചര്യം നമ്മുടെ കയ്യിലല്ല. സോ ചേഞ്ച് യുവർ സെൽഫ് ആൻഡ് ചേഞ്ച് യുവർ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ്. താങ്ക് യു. Thank you so much, sir. Anju ma'am, if you would like to take one more question, and that will be from Govind of Chinmaya Vidyalaya.
Yes. Good afternoon, ma'am. Ma'am, in keeping with sir's this thing right now, we can change the immediate surroundings around us and we can influence and advise everyone. So, in keeping with that, what is your message? How can we actually help our friends and our society to control screen time and reduce their social media usage? I'm not actually talking about intrusiveness, I'm not talking about interrupting them, but still, how can we help them overcome that social media usage? Thank you, Govind. I think you can set an example, right? When you start keeping your phone away and you spend more time talking to your friends, they will start doing the same thing. And one little step at a time, as was mentioned here. It's not impossible, but very much possible and practical if you set your heart and mind to it. Family times are also taken by devices. When you start telling your parents, telling your siblings, let's all eat dinner together without a television, or keep our mobile phones in another room for some time. I've known a family where from 7 o'clock to 9 o'clock, all mobile phones are kept in a particular room. The father goes and keeps the mobile there, mother goes and keeps the mobile there, elder son who is in college keeps the mobile there. It's a common family policy. There are families functioning like that. Adapt accordingly, if possible, to your own personal family spaces. Sometime, let's have a detox. We don't need these gadgets. This has come as an intrusive invader into our lives. Let's have some quality family time with any of these gadgets. And I think we'll start with one little step at a time. Thank you so much, Anju ma'am. And that brings us to the end of the question and answer session. We don't want to leave you disappointed, but I'm sure you all were anticipating for a good time, and I'm sure we can have it again sometime. Yes, over to you, Sarah ma'am. Thank you, Sonia ma'am. And that brings us to the end of today's session. So may I invite our Honorary Secretary and Administrator to the stage to present a token of appreciation to our panelists. May I also invite our principal, Ms. Nini Abraham, to the stage. ഈവനിങ്ങിലുണ്ടല്ലോ പിന്നെ ഒരു ഒരു സെക്കൻഡ്. And now, as we come to the close of this meaningful gathering, I invite Ms. Sonia to take us through the concluding moments of today's conclave. Over to you, Sonia ma'am. As we come to the close of this enriching conclave, perhaps the greatest takeaway from today is that education cannot stop at just information. It must awaken awareness, build character, teach resilience, and help young people navigate a world that is changing faster than ever before. That perhaps is the true spirit of awakening conscious education.
On behalf of the entire Basilian community, I extend our deepest gratitude to our distinguished speakers, His Grace Zachariah Mas Severios, Mr. Joseph Anamkuti Jose, and Professor Dr. Anju Shoshan George, for sharing not merely their knowledge, but their experiences, insights, and perspectives with us today. Our heartfelt gratitude also goes to our management and academic council, whose vision, guidance, and constant support have been instrumental in bringing the Basilian Education Conclave 2026 to life. To all our teaching and non-teaching staff, and to everyone who worked behind the scenes to make this conclave possible, a big thank you for your invaluable efforts. And to all the participating schools, teachers, and most importantly, our students, thank you for your enthusiastic and active participation. With that, we bring the Basilian Education Conclave 2026 to a close. Thank you all for being a part of this meaningful celebration. Thank you. Have a wonderful day. God bless you all. Students, please be seated here. We will tell you what arrangement we have made for Mount Basilius Public School students. Please be seated here. We'll let you know very soon. Children, did you all enjoy? Yes? So I hope you're going to follow what the speakers told you, right? Discipline, social media,